ദിനവൃത്താന്തം 2-ാം പുസ്തകം അധ്യായം 24. യോവാശ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 7 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം യെരൂശലേമിൽ വാണു. ബേർശേബക്കാരിയായ അവൻ്റെ അമ്മയ്ക്ക് സിബ്യ എന്ന് പേർ. യഹോയാദാ പുരോഹിതന്റെ ആയുഷ്കാലത്തെല്ലാം യോവാശ് കർത്താവിന് പ്രസാദമായത് ചെയ്തു. അവൻ 2 ഭാര്യമാരെ വിവാഹം കഴിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അനന്തരം യോവാശ് ദൈവാലയത്തിൻ്റെ കേടുപാടുകൾ തീർക്കുവാൻ നിശ്ചയിച്ചു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വരുത്തി അവരോട് യഹൂദാ നഗരങ്ങളിലേക്ക് ചെന്ന് നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം ആണ്ടുതോറും അറ്റകുറ്റം തീർക്കുവാൻ എല്ലാ ഇസ്രായേലിലും നിന്ന് ധനം ശേഖരിക്കുവിൻ. ഈ കാര്യം വേഗം നിവർത്തിക്കണം എന്ന് കൽപ്പിച്ചു. ലേവ്യരോ അതിന് ബന്ധപ്പെട്ടില്ല. ആകയാൽ രാജാവ് തലവനായ യഹോയാദയെ വിളിപ്പിച്ചു. അവനോട്, സാക്ഷ്യകൂടാരത്തിന് ദൈവദാസനായ മോശ കൽപ്പിച്ചിരിക്കുന്ന പിരിവ് യഹൂദയിൽ നിന്ന് യെരൂശലേമിൽ നിന്നും കൊണ്ടുവരുവാൻ നീ ലേവ്യരോടും ഇസ്രായേൽ സഭയോടും ആവശ്യപ്പെടാതിരിക്കുന്നത് എന്ത്? ദുഷ്ടസ്ത്രീയായ അതല്യ ദൈവാലയം പൊളിച്ചു കളഞ്ഞു. ദൈവാലയത്തിലെ സകല നേർച്ച വസ്തുവും ബാൽ വിഗ്രഹങ്ങൾക്ക് കൊടുത്തുവല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു പേടകമുണ്ടാക്കി ദൈവാലയത്തിൻ്റെ വാതിൽക്കൽ പുറത്തു വയ്ക്കണം എന്ന് രാജാവ് പറഞ്ഞു. ദൈവത്തിൻ്റെ ദാസനായ മോശ മരുഭൂമിയിൽ വച്ച് ഇസ്രായേലിന്മേൽ ചുമത്തിയ പിരിവ് ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ അവർ യഹൂദയിലും യെരൂശലേമിലും പരസ്യം ചെയ്തു. സകല പ്രഭുക്കന്മാരും സർവ്വജനവും സന്തോഷിച്ചു. പേടകം നിറയുന്നതുവരെ അവർ കൊണ്ടുവന്നു പേടകത്തിലിട്ടു. ലേവ്യർ പേടകം എടുത്ത് രാജാവിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കൽ കൊണ്ടുവരുന്ന സമയം ദ്രവ്യം വളരെ ഉണ്ടെന്ന് കണ്ടാൽ രാജാവിൻ്റെ എഴുത്തുകാരനും മഹാപുരോഹിതന്റെ കാര്യസ്ഥനും വന്ന ഭണ്ഡാരം ഒഴിക്കുകയും പിന്നെയും എടുത്ത് അതിൻ്റെ സ്ഥലത്ത് കൊണ്ടുചെന്ന് വയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ അവർ പ്രതിദിനം വളരെ പണം ശേഖരിച്ചു. രാജാവും യഹോയാദയും അത് ദൈവാലയത്തിൽ വേല ചെയ്തിരിക്കുന്നവർക്ക് കൊടുത്തു. അവർ ദൈവാലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കുവാൻ കൽപ്പണിക്കാരെയും ആശാരിമാരെയും ദൈവാലയം കേടുപോക്കുവാൻ ഇരുമ്പും താമ്രവും കൊണ്ട് പണി ചെയ്യുന്നവരെയും കൂലിക്ക് വെച്ചു. അങ്ങനെ പണിക്കാർ വേല ചെയ്ത് അറ്റകുറ്റം തീർത്തു. ദൈവാലയം യഥാസ്ഥാനത്താക്കി ഉറപ്പിച്ചു. പണി തീർത്തിട്ട് ശേഷിച്ച പണം അവർ രാജാവിൻ്റെയും യഹോയാദയുടെയും മുമ്പിൽ കൊണ്ടുവന്നു. അവർ അതുകൊണ്ട് ദൈവാലയം വകയ്ക്ക് ഉപകരണങ്ങളുണ്ടാക്കി. ശുശ്രൂഷയ്ക്കായും ഹോമയാഗത്തിനായുമുള്ള ഉപകരണങ്ങളും തവികളും പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളും ഉണ്ടാക്കി. അവർ യഹോയാദയുടെ കാലത്തെല്ലാം ഇടവിടാതെ ദൈവാലയത്തിൽ ഹോമയാഗം അർപ്പിച്ചു വന്നു. യഹോയാദ വയോധികനും കാലസമ്പൂർണനുമായി മരിക്കുമ്പോൾ അവന് 130 വയസ്സായിരുന്നു. അവൻ ഇസ്രായേലിൽ ദൈവത്തിൻ്റെയും അവൻ്റെ ആലയത്തിൻ്റെയും കാര്യത്തിൽ നന്മ ചെയ്തിരിക്കുക കൊണ്ട് അവർ അവനെ ദാവീദിൻ്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ അടക്കം ചെയ്തു. ഇസ്രായേലിലും ദൈവഭവനത്തിലും നന്മ ചെയ്യുന്നവന് ഇങ്ങനെ പ്രതിഫലം കിട്ടും എന്ന് അവർ പറഞ്ഞു. യഹോയാദാ മരിച്ച ശേഷം യഹൂദ പ്രഭുക്കന്മാർ വന്നു രാജാവിനെ വണങ്ങി. രാജാവ് അവരുടെ വാക്ക് കേട്ടു. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആലയം
ഉപേക്ഷിച്ചു. അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സേവിച്ചു. അവരുടെ ഈ കുറ്റം നിമിത്തം യഹൂദയുടെ മേലും യെരൂശലേമിന്മേലും കോപം വന്നു. അവരെ കർത്താവിലേക്ക് തിരിച്ചു വരുത്തുവാൻ അവൻ പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവർ അവരോട് സാക്ഷീകരിച്ചു, എങ്കിലും അവർ അനുസരിച്ചില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് യഹോയാദാ പുരോഹിതന്റെ മകനായ സക്കറിയായുടെ മേൽ വന്നു. അവൻ ജനത്തോട് പറഞ്ഞു, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരുവാൻ സാധ്യമാകാത്ത വണ്ണം നിങ്ങൾ ദൈവകൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നത് എന്ത്? നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചത് കൊണ്ട് അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ അവനെതിരെ മത്സരിച്ചു. രാജാവിൻ്റെ കൽപ്പന പ്രകാരം ദൈവാലയത്തിൻ്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. അങ്ങനെ യോവാശ് രാജാവ് അവൻ്റെ പിതാവായ യഹോയാദാ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവൻ്റെ മക്കളെ കൊന്നുകളഞ്ഞു. അവർ മരിക്കുമ്പോൾ പറഞ്ഞു, ദൈവം നോക്കി ചോദിച്ചു കൊള്ളട്ടെ. ആ വർഷം കഴിഞ്ഞപ്പോൾ അരാമ്യ സൈന്യം അവനെതിരെ ചെന്ന് യഹൂദയിലും യെരൂശലേമിലും ജനത്തിൻ്റെ സകല പ്രഭുക്കന്മാരെയും ജനമധ്യേ നിന്ന് നശിപ്പിച്ചു. കൊള്ളയെല്ലാം ദമസ്കോസ് രാജാവിന് കൊടുത്തയച്ചു. അരാമ്യ സൈന്യം ആൾ ചുരുക്കമായിട്ടാണ് വന്നിരുന്നതെങ്കിലും ദൈവം അവരുടെ കയ്യിൽ ഏറ്റവും വലിയൊരു സൈന്യത്തെ ഏൽപ്പിച്ചു. അവർ താങ്കളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചിരുന്നല്ലോ. ഇങ്ങനെ യോവാശിനോട് അവർ ന്യായവിധി നടത്തി. അവർ അവനെ മഹാവ്യാധിയിലായിരുന്നു വിട്ട് പോയത്. യഹോയാദാ പുരോഹിതന്റെ പുത്രന്മാരുടെ രക്തനിമിത്തം അവന്റെ സ്വന്തം ഭൃത്യന്മാർ അവനെതിരെ ഗൂഢാലോചന നടത്തി അവനെ കിടക്കയിൽ വച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ അവൻ മരിച്ചു. അവനെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിച്ചു. രാജാക്കന്മാരുടെ കല്ലറകളിൽ അടക്കം ചെയ്തില്ല. അവന്റെ നേരെ ഗൂഢാലോചന ചെയ്തവരോ അമ്മോന്യ സ്ത്രീയായ ശിമെയാത്തിന്റെ മകൻ സാബാദും മോവാബ്യ സ്ത്രീയായ ശിമ്രത്തിന്റെ മകൻ യഹോസാബാദും അത്രയും. അവന്റെ പുത്രന്മാരുടെയും അവന് വിരോധമായി ഉണ്ടായ പ്രവാചകന്മാരുടെയും ദൈവാലയം അറ്റകുറ്റം തീർത്തതിൻ്റെയും കാര്യങ്ങൾ രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ്റെ മകനായ അമസ്യ അവന് പകരം രാജാവായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.